അടുത്തതായി നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന പ്രോഗ്രാമാണ്. എൻ്റെ പേര് ഫാദർ റോബർട്ട് തോമസ് പുതുശ്ശേരി എന്നാണ്. എൻ്റെ വീട് ഞാൻ പറഞ്ഞ മാതിരി കണ്ണൂരിന് തൊട്ട് താഴെ മൂക്കന്നൂരാണ്. കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യയും കുട്ടികളും ഇല്ല. എൻ്റെ പേര് ബാബു ജോസഫ്. കവലക്കാട്ട് തോട്ടത്തിലാണ്, പടിഞ്ഞാറ് ചാലക്കുടിലാണ് വീട്. ഞാനിവിടെ അക്കൗണ്ട്സ് മാനേജറായിട്ട് ജോലി ചെയ്യണം. എൻ്റെ വൈഫ് സജിനി. ഞാൻ ജോൺ വലരിയിൽ, ഇവിടെ സെൻറ്റ് ഹെലൻസിലാണ് സെയിൻസ്ബറിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജേക്കബ് തച്ച്. എൻ്റെ വീട് കുത്തിയതോട്, നോർത്ത് കുത്തിയതോട്. എൻ്റെ പേര് വർഗീസ്, കൊള്ളന്നൂർ വീട്ടും പേരാണ്. സല്ലാപത്തിൽ വന്നത് ജന്മം കൊണ്ടോ മരണം കൊണ്ടോ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 3 ആമക്കളാണ്. മൂത്തമൻ നിതിൻ, ജെറിൻ, ഫെബിൻ. ഇവരിവിടെ ജോൺ മോർസില്. രണ്ട് പെൺമക്കൾ. മൂത്ത മകൾ മെർലിൻ ലിവർപൂൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ മെലീസ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പേര് ആനി തോമസ്. ഞാൻ മാളയിൽ നിന്ന് വരുന്നു. ഞാൻ സിംഗിളാണ്. ഇവിടെ ഭോപ്പാൽ നഴ്സിംഗ് ഹോമിൽ പ്രസൻ്റ് വർക്കിംഗ്. ഞാൻ ഇവരുടെ കൂടെ ജീവിക്കുന്നു. വയസ്സ് ചോദിക്കില്ല. എൻ്റെ പേര് ജെസ്സി. എൻ്റെ സ്വന്തം വീട് മേരിഗിരിയാണ്, മഞ്ഞപ്പുറം മേരിഗിരി. ഇവിടെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടുപേര് കോളാട്ടൂടി. മക്കള് എനിക്ക് 2 മക്കള്. ആൽബർട്ട്, ആബേല്, ഭാര്യ റിൻസി. വീട് കൈപ്പട്ടൂർ കാലടി. വീട് തിരുമുടിക്കുന്ന് ഈസ്റ്റ് കൊരട്ടി. പിന്നെ ഇതെൻ്റെ വൈഫ്. അച്ഛന്മാർക്ക് കുപ്രസിദ്ധമായ തുരുത്തിപ്പറമ്പിൽ നിന്നുള്ളതാണ്. വൈഫ് ജിൻസി, മോള് ഹന്ന, ഷാജു. കമ്പനിയിൽ തുച്ഛ വരുമാനത്തിൽ സന്തുഷ്ടമായിട്ട് ജീവിക്കണം. എൻ്റെ പേര് ബൈജു. എൻ്റെ വൈഫ് നിഷ. ഞങ്ങളുടെ മാഞ്ചസ്റ്റർ ബേൺലിയിലാണ് താമസം. നാട്ടിൽ ഞങ്ങൾ ഷാജിൻ്റെ അടുത്ത് തന്നെ കൊരട്ടി ഈസ്റ്റ് തിരുമുടിക്കുന്ന്. സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചല്ലോ. ഞാൻ ശരിക്കും അങ്കമാലിക്കാരനല്ല. ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നത് അങ്കമാലി വന്ന് കല്യാണം കഴിച്ച ആദ്യത്തെ വ്യക്തിയായിരിക്കും ഞാൻ. കാലടി മറ്റൊരു അതിൽ നിന്ന് വന്ന കാലടിയിലെ ഒരു കുടുംബത്തിൽ കാലടി പോയിട്ട് അങ്കമാലിയിലൊരു അംഗമാകാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യ അവൾ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് ബിനോയ് എന്നാണ്. ഞാൻ പാലായിലെ അടുത്ത് കൊല്ലപ്പള്ളിയിലാണ് എൻ്റെ വീട്. വീട്ടുപേര് നടുവത്തേട്ടെന്ന് പറയും. എനിക്ക് 3 കുട്ടികൾ. IAS തുടങ്ങിയത്. അവസാനം ഷഷ്ടിപൂർത്തിയായിട്ടും വിവാഹം നടക്കുകയില്ല എന്നൊരു സാധ്യത വന്നപ്പോൾ പാവം ഈ പോലീസുകാരുടെ കഴുത്തിൽ വീണു. അങ്ങനെ വിവാഹം കഴിച്ചു. ഇവൾ നേരെ ഗൾഫിലേക്ക് പോയി. ഞാൻ നാട്ടിൽ വായിൽ നോട്ടം. ഇങ്ങനെ എനിക്ക് കർത്താവ് കുരിശിൽ കിടന്ന് മാതാവിനോട് പറഞ്ഞ മാതിരി 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവൾ എൻ്റെ എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാ ചേട്ടൻ്റെ മകൾ. 2 കൈ നീട്ടി ഞാൻ ആ മകളെ സ്വീകരിച്ചു. 2ാമത്തെ വർഷം പോയി ഇവൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, ചേട്ടാ അല്പം പുരോഗതിയുണ്ട്, ഇതാ ചേട്ടൻ്റെ 2 മക്കൾ. അന്ന് ഞാൻ 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി ഇവൾ ഗൾഫിലും പോകണ്ട, ഇവിടെ പ്രസവിക്കാൻ വേണ്ട. കുഞ്ഞുങ്ങളെ എന്നെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ ലിവർപൂൾ വിമൻസിൽ നിയോനാറ്റൽ യൂണിറ്റിൽ ജോലി ചെയ്യുന്നു. താമസിക്കുന്നത് ലിവർപൂൾ തന്നെ. ഞാൻ ഇവിടെ അസ്ദയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തത്. ഏതാനും നാളത്തെ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയിലുള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് അവരെനിക്കൊരു പ്രൊമോഷൻ തന്നു. അവർ എന്നെ അവിടുത്തെ സപ്ലൈ ഓഫീസറാക്കി മാറ്റി. അന്ന് ചിരിക്കുന്നത് സപ്ലൈ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് 1/4 കിലോ 1/2 കിലോ ഒക്കെ മീൻ പൊതി കെട്ടി കൊടുക്കുന്ന പണിയാണ്. ശരിക്കും പറഞ്ഞാൽ മീൻ കച്ചവടമാണ് എനിക്ക് അവിടെ പണി. ഷീജോ. ഞാൻ കാലടി അടുത്ത് ചേരാൻ നല്ല ഊര് എന്നൊരു സ്ഥലത്ത്. ചേരാൻ നല്ല ഊര്. അതിന് വിസ്തീരിച്ച് പറയുകയാണെങ്കിൽ ചേരാൻ നല്ല ഊരാണ് എല്ലാവർക്കും. എൻ്റെ ഭാര്യ നാൻസി, ഈരാറ്റുപേട്ട, പാലക്കാട്. ഫ്രാൻസിസ്. നാട്ടിലെ സ്ഥലം കൊച്ചുപുലിക്കടവ്, പാണിയേലി പോലിൻ്റെ അടുത്താണ് സ്ഥലം. ഞാനിവിടെ ഒരു സോളിസിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ വക്കീലായിരുന്നു. എൻ്റെ പേര് ഗോകുൽ. വൈഫ് സുമ. ഞാൻ ലിതീഷ്. എൻ്റെ പേര് ലിതീഷ് രാജ് തോമസ് എന്നാണ്. ഞങ്ങൾ മലയാളത്തിൽ വരുന്ന ഓൾറെഡി ചോദിച്ചിട്ട് പറഞ്ഞു തരും. വൈഫ് ബെനി ഫ്രാൻസിസ്. ബെനി അങ്കമാലിയിൽ നിന്ന് തന്നെയാണ്.
ഞാനിവിടെ KFCയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ പാർട്ട് ടൈമായിട്ട് ജേക്കബ്സ്. ഞാനത് ആദ്യമേ എനിക്ക് അറിയാമായിരുന്നു ചോദിച്ചത്. നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിലാണ് നല്ലൊരു തടി. ഞങ്ങളെ രണ്ടുപേരും കണ്ടില്ലേ, സന്തോഷ ഫാമിലി. ജോയ്, ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി എന്ന സ്ഥലത്ത്, കാടുകുറ്റി ശമ്പാളൂർ എന്നറിയപ്പെടുന്ന സെന്റ് സേവിയേഴ്സ് പുണ്യാളന്റെ പാദസ്പർശം ഏറ്റെടുക്കുന്ന സ്ഥലത്ത്. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ഭാര്യ, 2 കുട്ടികളുണ്ട്. ഒരാള് എവിടെയാണ്, ജോയൽ, കണ്ടുപിടിച്ചിട്ട് വേണം. എൻ്റെ പേര് നൈജോ, എൻ്റെ വൈഫ് സിജി, മോൻ്റെ പേര് കോളിൻ. എൻ്റെ പേര് ജോർജ് വടക്കുംചേരി, നാട്ടിലെ തുറവൂര് അങ്കമാലി അടുത്ത്. ഇവിടെ ഞങ്ങൾ മാഞ്ചസ്റ്റർ അടുത്ത് സ്റ്റോക്ക് പോർട്ടിൽ. ഇത് രണ്ടുപേരും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണു. ഞാൻ നൈറ്റ് ചെയ്യണു. ഞാൻ ബായ് പറയുമ്പോൾ അവള് ഹായ് പറഞ്ഞ് തിരിച്ചടുത്ത് കയറും. എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ഏറ്റവും അടുത്തുനിന്ന് വന്ന ഫാമിലി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളാണ് ഏറ്റവും അകലെ. സൗത്ത് ആംപ്ടൺ നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലണ്ടിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ്. ജോയിയുടെ നേരത്തെ പറഞ്ഞ ഏറ്റവും അകലിൽ നിന്ന് വന്നൊരു സമ്മാനം ഞങ്ങൾക്ക് തന്നെ പോണേ മുമ്പ് അതുണ്ട്. ഓക്കെ, താങ്ക് യു. അതാ ഗേറ്റ് അവിടെ ഇറങ്ങണ സമയത്ത്. എൻ്റെ പേര് ഷാജു. ജോയി പറഞ്ഞ പോലെ ഷാജു ആലുക്ക. ഞങ്ങൾ തുറവൂര്. ഒരു മോള്, 5 വർഷമായി. വേറെ എന്തെങ്കിലും പറയാനോ? വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എൻ്റെ അപ്പ റോമയില. എൻ്റെ പേര് ഹന്ന. ഞാൻ സ്കൂളിൽ പഠിക്കും. പഠിക്കണത് ഞാൻ കരുതി കല്യാണം കഴിച്ച 2 പിള്ളേരൊക്കെ കാണുന്നു. എൻ്റെ പേര് അഗസ്റ്റ്യൻ. അങ്കമാലിക്കടുത്ത് കിടങ്ങൂര്. അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്പുറയ്ക്ക് പോകുന്ന വഴിക്ക് യൂദാസ്ലിയുടെ പള്ളിയുടെ അടുത്താണ് വീട്. പിന്നെ ഞാൻ വാരിങ്ടൺ ഹോസ്പിറ്റലിൽ PWDയിൽ ജോലി ചെയ്യുന്നു. അല്ല, പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. റോബർട്ട് അച്ഛൻ പറഞ്ഞോണം പിന്നുമായി, പിആറുമായി, പാസ്പോർട്ടുമായി. എന്ത് കാര്യം? ഇല്ല, കാര്യമില്ല. ഞങ്ങൾക്ക് സന്തോഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. മഞ്ഞപ്രക്കാരെ കൂടെ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഇവിടെ അധികം പേര് വന്നിട്ടില്ല. മഞ്ഞപ്രക്കാര് പൊതുവെ ബോധമില്ലാത്തവരെന്നാണ് പറയപ്പെടുത്തിരുന്നത്. കാരണം അവിടെ ഒത്തിരി വാറ്റ് ചാരായം ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയപ്പെടുന്നത്. അത് കാരണം നല്ല പെൺപിള്ളേരെ കിട്ടണമെങ്കിൽ മഞ്ഞപ്പുറം മേരികിലും 16 പെണ്ണുങ്ങളെ കണ്ടു തുടങ്ങും. വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് കണ്ണാടി എടുത്ത് നോക്കണേ. എന്റെ കാര്യം പൊതുവെ മനുഷ്യർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയ എന്ത് ചെയ്യാൻ പറ്റും. വളരെ കഷ്ടപ്പെട്ടാ പഠിച്ചത്. 2 കോലയിലിരുന്ന് നമ്മൾ ആദ്യം തൂറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 5 കർമ്മസൊക്കെ ആയി, പക്ഷെ അതിനകത്തിരുന്ന് തൂറാനും നമുക്ക് യോഗമില്ല. എൻ്റെ പേര് പറഞ്ഞല്ലോ വർഗീസ് എന്നാണ്. ഞങ്ങൾ 5 മക്കളാണ്. അതിൽ എൻ്റെ ജ്യേഷ്ഠനാണിത്. പിന്നെ 3 പെങ്ങന്മാരുണ്ട് നാട്ടില്. ഇവിടെയാണെങ്കിൽ ഞാൻ പേര് ബെൻസി. ചാലക്കുടി പരിയാരം ആണ് എൻ്റെ വീട്. ഞങ്ങൾക്ക് 3 മക്കള്. 3 മക്കളാ? അമ്പലം ചെറുതെങ്കിലും പ്രതിഷ്ഠ മോശമല്ലേട്ടാ. 3. ഇനി സാധ്യതയുണ്ടോ? ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് 4ാമത്തെ, പക്ഷേ ആർക്കും ആഗ്രഹമില്ല. ഓക്കെ, താങ്ക് യു. ആഗ്രഹം ഉണ്ടാക്കാനുള്ള മരുന്നുകൾ ഇവിടെ കിട്ടും. ഷൈജ എന്നാണ്. ഷൈജ എന്നാണ്. ഭാര്യയുടെ പേര് ഷൈജ. ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ നിന്ന് വരുന്നതാണ്. മകളുടെ പേര് മെറീന ജോസഫ്. 2ാമത്തെ പ്രൊഡക്ഷൻ ഓൺ ദ വേയിലാണ്. ഡേറ്റ് ജാനുവരിയിലാണ്. എല്ലാ മാർച്ചിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ദേവാ, മനസ്സിൽ നീ വരണേ. ഇതെൻ്റെ ഭാര്യ ഡിൻജോ. 2 കുട്ടികളാണ്. ഇത് ഹോളി മരിയ, ഇത് ആൻമരിയ. 3ാമത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീട് നാട്ടില് മഞ്ഞപ്ര. അല്ല, ഞാൻ പറയാൻ കാരണം ഈ പറയുന്ന ആത്മീയതയും ഉയർന്ന വ്യക്തിയൊന്നുമല്ല. ഞാൻ ഒരു നാടൻ കുട്ടനാട്ടുകാരനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വന്നതുകൊണ്ട് ഒരു ഗ്രാമീണ സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അത്ര വലിയ സുന്ദരിയൊന്നും അല്ലെങ്കിലും അങ്കമാലിയിലെ പ്രാന്തപ്രദേശമായ ഇളവൂരിൻ്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തന്നു.